ഹലോ, ഇന്ന് ഞങ്ങളുടെ തേർഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്തു, ഒരു ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. പിന്നെ ഇന്നൊരു ബിസി ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നൈറ്റ് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മൂവിയും കാണാമെന്ന് വിചാരിച്ച്. വലതുവശത്തെ കള്ളനാണ് കേട്ടോ കാണാനായിട്ട് പോണത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു വന്നാൽ ഫുഡ് കഴിച്ചിട്ട് പോകും. കാരണം 9:30ക്കാണ് മൂവി സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. ചെറുതുരുത്തി ഷാലിമാറിലാണ് കയറിയത് ആദ്യം. ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അവിടെയാണെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞ് പോലും തിരിഞ്ഞു നോക്കണില്ല. അപ്പം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. എന്നിട്ട് അടുത്തുള്ള വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറാനായിട്ട് പോവാം. ഞങ്ങൾ എന്നിട്ട് ഹംദിയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതാണ്. അവിടുത്തെ ഹണി ഗ്ലേസ്ഡ് ചിക്കൻ മന്തി എൻ്റെ അമ്മ കിട്ടില്ല സാധനമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കഴിക്കാറുണ്ട്. അവിടുത്തെ ആംബിയൻസ് ആയാലും സ്റ്റാഫുകളുടെ ബിഹേവിങ് ആയാലും സൂപ്പറാണ് കേട്ടോ. അന്നത്തെ ദിവസം ഇത്തിരി തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നമുക്കൊരു 5 മിനിറ്റ്സിൽ ഫുഡ് കിട്ടി. ഈ കാണുന്നതാണ് ഹണി ഗ്ലേസ്ഡ് ചില്ലി. അയ്യോ, സൂപ്പർ സാധനമായിട്ട് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പം എനിക്ക് അത് ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ അത് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ്. ഒരു സ്മാർട്ട് വാച്ച് ആയിരുന്നു കേട്ടോ, ബോട്ടിൻ്റെ. ഞങ്ങൾ ഫുഡൊക്കെ നല്ല സാവധാനം ഇരുന്ന് കഴിച്ച് പിന്നെ ഞങ്ങൾ തിയേറ്ററിലേക്ക് പോയി. ഷൊർണൂരുള്ള എം ലാലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇത് മോഹൻലാലിൻ്റെ തിയേറ്ററാണെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. നമ്മുടെ ഏരിയ അല്ല. നല്ല നീറ്റായിട്ടുള്ളൊരു തിയേറ്ററാണ് കേട്ടോ അത്. പിന്നെ സിനിമ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ക്രൈം ത്രില്ലിങ് മൂവിയാണ്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂട്ടാ. പിന്നെ ഞങ്ങൾ ഇൻ്റർവെൽ ടൈമിൽ ഒരു ടീ ഒക്കെ കുടിച്ചിരുന്നു. നല്ല സൂപ്പറായിരുന്നു അത്. അങ്ങനെ പടമൊക്കെ കണ്ട് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും തന്നെ ഞങ്ങളന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ. എന്നാലും നല്ല ഹാപ്പി ആയിരുന്നു ഞാൻ.